നെടുമ്പാറമ്പിൽ ക്രെഡിറ്റ് സിൻഡിക്കേറ്റ് നിക്ഷേപ തട്ടിപ്പ് കേസിൽ ഉടമ രാജ ജോർജിന്റെയും കുടുംബാംഗങ്ങളുടെയും സ്വത്ത് ഇഡി മരവിപ്പിച്ചു. 44.5 കോടി രൂപയുടെ സ്വത്താണ് മരവിപ്പിച്ചത്. കഴിഞ്ഞ ദിവസം നെടുമ്പാറമ്പിൽ ഓഫീസുകളിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് റെയ്ഡ് നടത്തിയിരുന്നു. നിതിൻ സേവ്യറിന്റെ വിവരം നൽകാനായി. നിതിൻ, കഴിഞ്ഞ ദിവസം ഇഡി റെയ്ഡ് നടത്തുന്നു, പിന്നാലെ സ്വത്തുക്കൾ മരവിപ്പിക്കുന്നു. ഏത് സാഹചര്യത്തിലാണ്? ഇന്നലെയാണ് തിരുവല്ലയിലും ചെന്നൈയിലും അടക്കം 10 കേന്ദ്രങ്ങളിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഈ കേസുമായി ബന്ധപ്പെട്ട റെയ്ഡ് നടത്തുന്നത്. 2024 എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ECIR രജിസ്റ്റർ ചെയ്ത കേസാണ്. ഇതുമായി ബന്ധപ്പെട്ട് കേരള പോലീസ് 3 കേസുകൾ രജിസ്റ്റർ ചെയ്യുകയും ഈ കേസിലെ പ്രതികളെ നേരത്തെ തന്നെ പിടികൂടുകയും ചെയ്തിരുന്നു. അതിന് പിന്നാലെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം ആരംഭിച്ചിരുന്നു. അതിന് പിന്നാലെ ഇന്നലെ നടത്തിയ റെയ്ഡിന് പിന്നാലെയാണ് ഇപ്പോൾ 44.5 കോടി രൂപയുടെ സ്വത്തുക്കൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇതിലെ കേസിലെ പ്രധാന പ്രതിയുടെയും ഇവരുടെ ബന്ധുക്കളുടെയും പ്രധാന പ്രതിയായ രാജു ജോർജിന്റെയും കുടുംബാംഗങ്ങളുടെയും സ്വത്ത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് മരവിപ്പിച്ചിരിക്കുന്നത്. ഇന്നലെ വലിയ തോതിലുള്ള റെയ്ഡ് നടത്തിയിരുന്നു. ഈ റെയ്ഡിൽ പ്രധാനമായും രേഖകളും ഡിജിറ്റൽ തെളിവുകളും ഒപ്പം തന്നെ സാമ്പത്തിക ഇടപാടുകളുടെ രേഖകളും പിടിച്ചെടുത്തു എന്നാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പറയുന്നത്. ഈ കേസുമായി ബന്ധപ്പെട്ട ഈ പ്രതികളെ ഇനി ഉടൻ തന്നെ ചോദ്യം ചെയ്യാനാണ് നിലവിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് തീരുമാനിച്ചിരിക്കുന്നത്. ഇന്നലെ തിരുവല്ലയിലടക്കം 10 കേന്ദ്രങ്ങൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഈ കേസുമായി ബന്ധപ്പെടുത്ത് വലിയ തോതിലുള്ള റെയ്ഡാണ് നടത്തിയിരുന്നത്. ഈ കേസ് വലിയ തോതിലുള്ള പലിശ വാഗ്ദാനം ചെയ്ത് വലിയ തോതിൽ നിക്ഷേപ തുകകൾ സ്വീകരിച്ചു എന്നാണ് കേസ്. ഇതിൽ ഇപ്പോൾ ഈ സ്വർണ്ണക്കൊള്ള കേസിൽ അറസ്റ്റിലായിട്ടുള്ള തന്ത്രി കണ്ഠർ രാജീവന് 2.5 കോടി രൂപ നിക്ഷേപിച്ച് ഈ കമ്പനി നിക്ഷേപിച്ചിരുന്നുവെന്ന വാർത്തകൾ നേരത്തെ പുറത്തു വന്നിരുന്നു. ഈ കേസിൽ പ്രതികൾ അറസ്റ്റിലായിട്ടും കണ്ഠർ രാജീവന് ഇത്തരത്തിൽ ഒരു തരത്തിലും പരാതി നൽകാത്തതൊക്കെ വലിയ തോതിലുള്ള ദുരൂഹത ഉയർത്തുകയും ചെയ്തിരുന്നു. പക്ഷേ ഈ കേസുമായി സ്വർണ്ണക്കൊള്ള കേസുമായി നൽകിയത് കൊച്ചിയിൽ നിന്ന്.